മൂന്നാമത്തെ മെത്തേഡ് ഫ്രം കാർബോക്സിലിക് ആസിഡ്സ്. കാർബോക്സിലിക് ആസിഡ് ഏതാണെന്ന് നിങ്ങൾക്കറിയാം, COOH വരുന്ന ഗ്രൂപ്പാണ്. പക്ഷേ ഈ മെത്തേഡ് പറയുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരാം. കാരണം ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ വീണ് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാനിതാ ഒരു കാർബോക്സിലിക് ആസിഡ് എടുത്തിട്ട് ഇതിനെ സോഡിയം മെറ്റലുമായിട്ട് പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ, റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവം ഒന്നും വേണ്ട, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. അത് നമ്മൾ അടുത്ത വർഷം പഠിക്കും കേട്ടോ. ഈ NA വന്ന് ഈ H അങ്ങ് മാറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എന്തിനാണോ ഇവിടെ പറയുന്നതെന്ന്, ഇല്ലയോ? അതായത് അതിപ്പോൾ ആവശ്യമുണ്ടെന്ന് കരുതിക്കും. അപ്പോൾ CH3COO NA വരും. നിങ്ങൾക്കിവിടെ പൊട്ടാഷ്യം ഉപയോഗിച്ചാൽ പൊട്ടാഷ്യം വരും, പ്ലസ് അവിടെ വാട്ടർ പൊട്ടിസ് ഹൈഡ്രജൻ പൊട്ടാസ്യം നമുക്കിങ്ങനെ കിട്ടുന്നു. ഇതിൻ്റെ പേരാണ് നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയും, അല്ലെ സോഡിയം അസറ്റേറ്റ് എന്ന് വിളിക്കാം, എന്നൊക്കെ വിളിക്കാം കേട്ടോ. സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഇയാളെ വെച്ചിട്ടാണ് ഈ പ്രിപ്പറേഷൻ ഫുള്ള് ചെയ്യാൻ പോകുന്നത്. റെഡി? അപ്പോൾ ഇത് മൈൻഡിൽ ഇങ്ങനെ കിടക്കട്ടെ, സെറ്റല്ലേ? ഇതിൽ നമ്മുടെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞ സാധനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നുന്നതിന് ഇറ്റ്സ് വെരി സിമ്പിൾ, ഡീകാർബോക്സിലേഷൻ. അപ്പോൾ ഞാനൊന്ന് പറയാം, കേട്ടിരുന്നോണം. ഇത് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ പേരുള്ള റിയാക്ഷൻസൊക്കെ എപ്പോഴും ചോദ്യം വരുന്നത് കേട്ടോ. ഇതാ CH3CON. നമുക്കിവിടെ സോൾട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഇനി മറ്റൊരു പേരുണ്ട് കേട്ടോ, സോഡിയം എഥനോയേറ്റ് എന്നോ സോഡിയം അസറ്റേറ്റ് എന്നൊക്കെ ഇതിനെ വിളിക്കട്ടെ. ഏതോ ഒരു വർഷം ചോദിച്ചിട്ടുണ്ട് സോഡിയം അസറ്റേറ്റിൽ നിന്ന് ഉണ്ടാക്കുക. ഇനിയിപ്പോൾ അത് കേട്ട് പേടിക്കൊന്നും വേണ്ട, അസറ്റിക് ആസിഡിൻ്റെ അകത്ത് സോഡിയം വരുന്നതുകൊണ്ടാണേ. ഇതിനെ ഒരു പ്രത്യേക സാധനം വെച്ച് റിയാക്ട് ചെയ്യണം. ഇനി അതിൻ്റെ പേരെന്തുവാണോ? NaOH ഇതെല്ലാം കൂടെ എങ്ങനെ പഠിക്കുമെന്തോ ചൂടാക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പേരുണ്ട് കേട്ടോ മക്കളെ. NaOHും CAയും കൂടെ ചേർന്ന് വിളിക്കുന്ന പേരാണ് സോഡാ ലൈം. ചിലപ്പം പരീക്ഷയ്ക്ക് അവർ ചോദിക്കുകയാണ് സോഡാ ലൈം എന്താണ്. അപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ, അപ്പുറത്തെ സ്റ്റഡി NaOH കാണും, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് MCQ പറയാം. അപ്പോൾ സോഡാ ലൈം മറക്കരുത്. NaOHും CAയും കൂടെ ഒരു മിക്സ്ചറാണ് ആരെന്ന് പറഞ്ഞ് സോഡാ ലൈം. ഇതിൻ്റെ ആൻസർ എഴുതാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഞാനൊരു ഈസി വേ പറഞ്ഞുതരാം. ബൈ പ്രോഡക്റ്റ് ഇനി എഴുതാൻ നിങ്ങൾക്ക് പ്രയാസമോ സാറേ ഞങ്ങൾക്ക് ബൈ പ്രോഡക്റ്റ് എഴുതാൻ അറിഞ്ഞുകൂടാ, വേണ്ടെന്നേ. ഇതുണ്ടോ, ഇത്രേ സാധനം കട്ട് ചെയ്ത് കളയുക. കണ്ടോ, എപ്പോഴും ഏത് ക്വസ്റ്റ്യൻ വന്നാലും വേറെ ഒന്നും നോക്കണ്ട, ഇത്ര സാധനം കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളയുമ്പോൾ ദാണ്ട് ഇവിടെ ഒരു H അധികപ്പറ്റായി കിടക്കുന്നുണ്ടോ, ഈ Hനെ നേരെ ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി, പരിപാടി കഴിഞ്ഞു. അതോടുകൂടി CH3 എന്തായി, CH4. എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നു കേട്ടോ. ഇനി ബാക്കി ബൈ പ്രോഡക്റ്റ് എഴുതണം സാറേ, ഞങ്ങൾക്ക് ബൈ പ്രോഡക്റ്റ് കിട്ടിയേ പറ്റും, ഞങ്ങളിപ്പോൾ അങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്നാൽ ബൈ പ്രോഡക്റ്റ് നമുക്ക് എഴുതാം. ഇവിടെ ഒരു NA, ഇവിടെ ഒരു Na2 സിറ്റ്, ഇവിടെ CO2, ഇവിടുന്ന് റോയും കൂടെ എടുത്താൽ Na2CO3. ഇതായിരിക്കും ബൈ പ്രോഡക്റ്റ്. എപ്പോഴും ബൈ പ്രോഡക്റ്റ് ഇത് തന്നെ ആയിരിക്കും. സംഭവം പിടി കിട്ടിയില്ലേ, നിസ്സാര പരിപാടിയുള്ളൂ. എന്നാൽ നിങ്ങൾക്കിത് കാര്യം മനസ്സിലായെങ്കിൽ നമുക്കൊരു NCERT-ലുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ശ്രദ്ധിക്കാൻ വഴിയില്ല എന്നാലും പറയാം. മക്കളെ, ഇവിടെ മൊത്തം എത്ര കാർബണുണ്ട്? 2 കാർബണുണ്ട്. പക്ഷേ നമ്മുടെ പ്രോഡക്റ്റ്, ദിസ് ഈസ് അവർ മെയിൻ പ്രോഡക്റ്റ്, അതിൽ എത്ര കാർബണേ ഉള്ളൂ? 1 കാർബണേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലായി, 2 കാർബണുള്ള സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് എടുത്തപ്പോൾ നമുക്ക് 1 കാർബണുള്ള പ്രോഡക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 1 കാർബൺ ലെസ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്, അല്ലയോ? അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും പറഞ്ഞാൽ ഈതേൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇപ്പുറത്ത് 3 കാർബണോട് എടുക്കണം. പ്രോഡക്റ്റിൽ 1 കാർബണേ ഉള്ളെങ്കിൽ റിയാക്റ്റൻറ്റിൽ 2 കാർബൺ വേണം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം നിങ്ങളടുത്ത് ചോദിക്കാൻ പോകും. നിങ്ങളടുത്ത് പറയാം, പ്രൊപ്പേൻ ഉണ്ടാക്കാൻ നിങ്ങളടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രൊപ്പേനാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. പ്രൊപ്പേൻ എന്ന് പറയുമ്പോൾ CH3 CH2 CH3. അപ്പോൾ 3 കാർബണുള്ള ഒരു കോമ്പൗണ്ട് കിട്ടണം. അപ്പം നമ്മുടെ സോൾട്ട് എടുക്കേണ്ട എത്ര ആയിരിക്കണം? 4 കാർബണിൻ്റെ സോൾട്ട്. ഒരെണ്ണം CON ആയിരിക്കണം. അതായത് ഞാനൊന്ന് കാണിച്ചു തരാം, അത് പറഞ്ഞാൽ ഇത്തിരി മനസ്സിലാക്കാൻ പാടായിരിക്കും. ഇത് നമ്മുടെ NCERT-ലുള്ളതാണ് കേട്ടോ. ഇതാ ഇങ്ങനെ അങ്ങോട്ട് എഴുതിയിട്ട് ഇവിടെ ഒരു CON കൂടെ കൊടുക്കുക. ഇത്രയുള്ള സംഭവം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. ഇതിനെ നമ്മൾ NaOHും CA, അതായത് നമ്മുടെ സോഡാ ലൈം വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുക. സോഡാ ലൈം വെച്ച് റിയാക്ട് ചെയ്യുന്ന സമയത്തിൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. ഇതാ ഇത്രേ സാധനം വലിയ എലിമിനേറ്റ് ആവണമെന്ന് പറഞ്ഞത്, ഇത്രേ സാധനം കട്ടാവുന്നു. എന്നിട്ട് H ചാടി ഇങ്ങോട്ട് കയറി കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? CH3 CH2. ഇവിടെ H കൂടെ വരുന്നു, CH3. അപ്പോൾ ആൻസർ കിട്ടി. ഇതായിരിക്കും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അടിപൊളി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, ആപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യൻ. ഇനി സാധാരണ ഇത് ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ ചോദിക്കത്തേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ അല്ലേ? ഈ ഡീകാർബോക്സിലേഷൻ ടെക്നിക്ക് ഈസി അല്ലേ? കാർബോക്സിലിക് ആസിഡിൽ നിന്നുണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് കോൾബ്സ് ഇലക്ട്രോളിസിസ്. ഇതും കാർബോക്സിലിക് ആസിഡിൻ്റെ സോൾട്ടാണ് എടുക്കേണ്ടത്. സോൾട്ട് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ വുഡ്സ് റിയാക്ഷൻ പോലെയാണ് കേട്ടോ. 2 എണ്ണം എടുക്കണേ, ഒരേപോലത്തെ 2 എണ്ണം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഈ ഒരേപോലത്തെ എടുത്തില്ല എന്ത് സംഭവിക്കുമെന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ബേസ് പഠിക്കാം. ഒരേപോലത്തെ 2 എണ്ണം വേണം. എന്നിട്ട് ഇലക്ട്രോളിസിസ് ആണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി വെള്ളം കോരി ഒഴിക്കാം, മോശമല്ലേ? അപ്പോൾ ഇത് 2 എണ്ണമുള്ള സ്ഥിതിക്ക് 2 വാട്ടർ ഒഴിക്കാം. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്നിട്ട് നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുക. ഈ ഇലക്ട്രോളിസിസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, കാതോടും ആനോടും ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ കാതോടിനെ ആനോടിനെ പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല. ഇവിടുത്തെ ആൻസർ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2Hും വാട്ടറിനകത്ത് H+OH- അല്ലേ? ഇവിടെ 2H ഉണ്ട് 2OH ഉണ്ട് വാട്ടറിനകത്ത് കേട്ടോ.
അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി ഓരോരോ സാധനങ്ങളായിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയോടെ. ദേ ഇവിടെ ഒരു എന്നെ, ഇവിടെ ഒരു എന്നെ, ഇവിടെ 2 OH ഇല്ലേ. അപ്പോൾ 2 എണ്ണയും 2 OH കൂടെ ചേർന്നാൽ എന്നെ പോയി. ഞാൻ ഇവിടെ എഴുതും ആൻസർ കേട്ടോ. 2 NaOH. എനിക്ക് റൈറ്റ് സൈഡ് എഴുതാൻ സ്പേസ് ഇല്ല. 2 NaOH പോയിക്കോട്ടെ. പിന്നെ ഇവിടെ 2 H ബാക്കിയുള്ളൂ, അതും പോട്ടെ. H2 അതും പോയി. ഇനി നോക്കുമ്പോൾ കാണാൻ ഇതാണ് കേട്ടോ, ഇവിടെ ഒരു CO2, ഇവിടെ ഒരു CO2. CN 2 OH കൂടെ വരും, പിന്നെ CO2 അല്ല വേറെ എന്തെങ്കിലും ഉണ്ടാവും. CO2. അപ്പോൾ എത്ര CO2? 2 CO2. ഇനി എന്നാ ഉണ്ടെന്ന് നോക്കാം മക്കളെ. ഇവിടെ ഇത്രയും ഒരു സാധനം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ സിമ്പിൾ വേ. ഇത് രണ്ടും കൂടെ അങ്ങ് കണക്ട് ചെയ്യുക, ഇങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് CH3 ഇതാണ് പ്രോഡക്റ്റ്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഒന്നും നിങ്ങൾ എഴുതാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു സാധനം ഇങ്ങനെ അങ്ങ് കണക്ട് ചെയ്താൽ മതി. ഈ ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് മാത്രം കണക്ട് ചെയ്ത് ആൻസറായി. CH3 ആണ് കേട്ടോ. ഈതേൻ എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടി. പിന്നെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇലക്ട്രോളിസിസ് ആയതുകൊണ്ട് ആനോഡും കാഥോഡും ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ഈ 2 പ്രോഡക്റ്റുകളും കാർബൺ ഡൈഓക്സൈഡ് ഉൾപ്പെടെ നമുക്ക് കിട്ടുന്നത് ആനോഡിലായിരിക്കും. ഹൈഡ്രജൻ നമുക്ക് ലഭിക്കുന്നത് കാഥോഡിലായിരിക്കും. ഇന്നേ വരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല, എന്നാൽ ഈ വർഷം ചോദിക്കുകയാണ്. കോൾസ് ഇലക്ട്രോളിസ് ചെയ്യുമ്പോൾ കാഥോഡിൽ ലഭിക്കുന്നത് ആരാണ്? കാഥോഡിൽ ലഭിക്കുന്ന ആരാ? ഹൈഡ്രജൻ. ആനോഡിൽ ലഭിക്കുന്ന ആരാ? ആനോഡിൽ ഇയാളും ലഭിക്കും, ഇയാളും ലഭിക്കും. വേണമെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഓർത്ത് നോക്കാം. ആൽക്കെയിൻ ആണല്ലോ ഇവിടെ നമുക്ക് കിട്ടുന്നത്. ആൽക്കെയിൻ ആനോഡിൽ ലഭിക്കുന്നു. വേണം ചുമ്മാ പഠിച്ചു നോക്കാം ഏത്. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞത്. ഇത്രയും പഠിച്ചാൽ മതി. എന്താ മതിയല്ലോ അല്ലേ? മതി, ഇത് ധാരാളം മതി. ഇത് മതി, എന്തെങ്കിലും മതിയല്ലോ.